ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം ആസാം സംസ്ഥാന സർക്കാർ പാസാക്കിയത് കഴിഞ്ഞ വർഷമാണ്. ഈ നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസം മുതൽ 3 വർഷം വരെ തടവോ 5000 രൂപ വരെ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ഈ നിയമം അനുസരിച്ച് ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഈ വർഷം മാർച്ചിലാണ്. പ്രഞ്ചൽ ഭയ എന്ന ബാപ്റ്റിസ്റ്റ് പാസ്റ്ററെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാസ്റ്ററെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കി. ഈ നിയമം പാസാക്കിയപ്പോൾ തന്നെ പലരും ഉന്നയിച്ച ചോദ്യങ്ങൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഒരാൾ മറ്റൊരാളുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതിനെ ഒരു കുറ്റമായി കാണാൻ കഴിയുമോ? ഏതു മതത്തിലും വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും പൗരന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. പ്രാർത്ഥനയുടെ മറവിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നവരെ ശിക്ഷിക്കാമെങ്കിലും പ്രാർത്ഥന നിരോധിക്കുന്നത് മതസ്വാതന്ത്ര്യ നിഷേധമാണ്. അമേരിക്കയിലെ പ്രസിദ്ധമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദേശ വിദ്യാർത്ഥികളെ ഒഴിവാക്കണം എന്ന പ്രസിഡന്റിന്റെ നിർദ്ദേശം കോടതി അനുവദിച്ചില്ല. നേരത്തെ ഭരണകൂടം നൽകിയ നിർദ്ദേശങ്ങൾ സർവകലാശാല അധികൃതർ നടപ്പിലാക്കിയില്ല. ഇതേ തുടർന്ന് സർവകലാശാലയ്ക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തിവെച്ചു. ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു. വർഗീയമായ കാഴ്ചപ്പാടുകളും അക്കാദമിക് വിഷയങ്ങളുമായി കൂട്ടിക്കലർത്തരുത് എന്നാണ് സർവകലാശാല വാദിച്ചത്. ഈ വാദം അംഗീകരിച്ചാണ് സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയ താൽപ്പര്യങ്ങളും വിദ്യാഭ്യാസവുമായി കൂട്ടിക്കലർത്തരുത് എന്നാണ് സർവകലാശാല ഇപ്പോൾ വാദിച്ചത്. പ്രവേശനം നൽകിയ വിദ്യാർത്ഥികളോട് കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകണം എന്നാവശ്യപ്പെടാൻ കഴിയില്ല എന്ന നിലപാടാണ് സർവകലാശാല അധികൃതർ സ്വീകരിച്ചത്. ഈ വാദം അംഗീകരിച്ചാണ് വിദേശ വിദ്യാർത്ഥികളെ ഒഴിവാക്കണം എന്ന ഉത്തരവ് കോടതി തടഞ്ഞത്. ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ റോമിൽ വെച്ച് നടത്തിയ ചർച്ചകളിലും വലിയ പുരോഗതി ഉണ്ടായില്ല. അമേരിക്കൻ പ്രസിഡന്റ് 2ാം പ്രാവശ്യം അധികാരമേറ്റെടുത്തതിനു ശേഷമാണ് ഈ ചർച്ചകൾ ആരംഭിച്ചത്. ഇതിനകം 5 പ്രാവശ്യം ചർച്ചകൾ നടന്നു. ഇറാന്റെ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ആറ്റം ബോംബ് നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിയന്ത്രണത്തിന് വിധേയമായി ആണവശക്തി വികസിപ്പിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ഇറാന്റെ നിലപാട്. ചർച്ചകൾ തുടരാമെന്ന് ഇരുകൂട്ടരും സമ്മതിച്ചു എങ്കിലും കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചർച്ചകൾ ആരംഭിച്ചത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം എന്നതാണ് ട്രംപിന്റെ ഭീഷണി. വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഇറാൻ വിരോധം. പതിറ്റാണ്ടുകളായി മദ്യനിരോധനം പിന്തുടരുന്ന ഒരു മുസ്ലിം രാജ്യമാണ് സൗദി അറേബ്യ. മയക്കുമരുന്ന് പോലെ തന്നെ മദ്യം കൈവശം വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും
ഇതുവരെ വലിയ കുറ്റമായിട്ടാണ് സൗദി കണ്ടിരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ ഈ നിരോധനം ഭാഗികമായി അയവ് വരുത്താൻ സൗദി അറേബ്യ തീരുമാനിച്ചു. ചാരായത്തിൻ്റെ അളവ് 20% കൂടാത്ത ബിയർ, വൈൻ പോലെയുള്ള മദ്യങ്ങളെയാണ് നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. നിർദ്ദിഷ്ട അളവിൽ കൂടുതൽ ചാരായമുള്ള വിസ്കി, ബ്രാൻഡി തുടങ്ങിയ മദ്യങ്ങളുടെ മേലുള്ള നിരോധനം നീക്കിയിട്ടില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര മേഖലകൾക്കുമാണ് ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത്. 2030 പ്രദർശനവും 2034 ഫുട്ബോൾ മത്സരവും വിജയിപ്പിക്കുന്നതിനാണ് മദ്യനിരോധനത്തിൽ ഭാഗികമായ ഇളവ് അനുവദിച്ചത്. ലോക മുസ്ലിങ്ങളുടെ സംരക്ഷകനായി അറിയപ്പെടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. മദ്യപാനം ഇസ്ലാമിന് എതിരായ ഒരു നടപടിയാണ്. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നിട്ടും ഇംഗ്ലണ്ടിലെ രാജാവ് രാജ്ഞിയോടൊപ്പം 2 ദിവസത്തെ സന്ദർശനത്തിനായി കാനഡയിലെത്തി. കാനഡയുടെ രാഷ്ട്രത്തലവനാണ് ഇംഗ്ലണ്ടിലെ രാജാവ്. എല്ലാ അധികാരങ്ങളും പ്രധാനമന്ത്രിക്കാണെങ്കിലും കാനഡയുടെ പൈതൃകത്തിൻ്റെ പ്രതീകമായിട്ടാണ് രാജാവിനെ രാഷ്ട്രത്തലവനായി നിലനിർത്തിയിരിക്കുന്നത്. രാജാവിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്നത് കാനഡയുടെ ഗവർണർ ജനറലാണ്. 50 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു ചടങ്ങിനായി ഇംഗ്ലണ്ടിലെ രാജാവ് കാനഡ സന്ദർശിച്ചത്. പുതിയ സർക്കാരിൻ്റെ നയങ്ങൾ പ്രഖ്യാപിക്കാനാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി രാജാവിനെ ക്ഷണിച്ചു വരുത്തിയത്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് പാർലമെൻറ്റിൽ രാജാവ് വായിക്കുന്നത്. നികുതി വർധനവ് ഒഴിവാക്കാൻ കാനഡ അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാകണം എന്ന ട്രംപിൻ്റെ നിർദ്ദേശത്തിനുള്ള മറുപടിയാണ് രാജാവിൻ്റെ സന്ദർശനവും നയപ്രഖ്യാപനവും. കാനഡയുടെ അഖണ്ഡതയെ തകർക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി മാർക്ക് കാർണി ട്രംപിന് നൽകുന്നത്. ഒരാഴ്ചയ്ക്ക് മുൻപാണ് റഷ്യയുടെയും ഉക്രൈനിൻ്റെയും പ്രതിനിധികൾ ഇസ്താംബൂളിൽ സമ്മേളിച്ച് വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത്. അവസാന നിമിഷം റഷ്യ പുതിയ നിർദ്ദേശങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് ചർച്ചകൾ പരാജയപ്പെട്ടത്. വെടിനിർത്തൽ പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ റഷ്യ വീണ്ടും ഉക്രൈനെതിരെ അതിശക്തമായ ആക്രമണം നടത്തി. 14 പേരെങ്കിലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുട്ടിനു ഭ്രാന്താണ്, ആളാകെ മാറിയിരിക്കുന്നു എന്ന രീതിയിലാണ് ട്രംപ് പ്രതികരിച്ചത്. അമേരിക്കയുടെ തണുത്ത പ്രതികരണമാണ് ഈ ആക്രമണത്തിന് കാരണമായി സെലൻസ്കി കാണുന്നത്. റഷ്യക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധം വർദ്ധിപ്പിക്കണം എന്നാണ് നാറ്റോയിലെ പല അംഗങ്ങളും ആവശ്യപ്പെടുന്നത്. സാമ്പത്തിക ഉപരോധം റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ലെന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ കൂടി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം എന്നുമാണ് നാറ്റോയുടെ മറ്റൊരു നിർദ്ദേശം. ഈ നടപടി എണ്ണ വാങ്ങുന്ന ചൈനയുടെയും ഇന്ത്യയുടെയും ശത്രുതയ്ക്ക് കാരണമാകും എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ 11 ആഴ്ചയായി ഗാസയിലെ ഭക്ഷണ വിതരണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് ഇസ്രയേലി പട്ടാളം തടഞ്ഞു. ഇതേ തുടർന്നാണ് ഭക്ഷണ വിതരണം പ്രതിസന്ധിയിലായത്. അമേരിക്ക പിന്തുണയ്ക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് ചൊവ്വാഴ്ച ഭക്ഷണ വിതരണം പുനഃസ്ഥാപിച്ചത്. എന്നാൽ വിതരണ കേന്ദ്രങ്ങളിൽ അഭൂതപൂർവമായ തിരക്കുണ്ടായി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനായി പട്ടാളം ആകാശത്തേക്ക് വെടിവെച്ചു. 20 ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന ഗാസ ഇസ്രായേലി പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. 2023 ഒക്ടോബർ മുതൽ
ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായ ഗാസയുടെ ഏക ആശ്രയമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. ഭക്ഷണവും അത്യാവശ്യ മരുന്നുകളുമായി വരുന്ന വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കുന്നത് ഇസ്രയേലി പട്ടാളം തടഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തുക എന്നത് ലോകത്തെങ്ങുമുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. ഒട്ടുമിക്ക പേർക്കും സ്കോളർഷിപ്പ് ലഭിക്കുമെന്നതിനാൽ വിദേശീയരായ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ സാമ്പത്തിക ബാധ്യത ആയിരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം പലരും നാട്ടിലേക്ക് മടങ്ങിപ്പോകാറില്ല. ഇവരുടെ സേവനം അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നു. 210 രാജ്യങ്ങളിൽ നിന്നും 11 ലക്ഷം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി അമേരിക്കയിലെത്തിയത്. വിദേശ വിദ്യാർത്ഥികളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾ തകർക്കുന്ന നടപടികളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. ഈ വർഷം വിസ നൽകാനുള്ള നടപടികൾ പ്രസിഡന്റ് മരവിപ്പിച്ചു. യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ഉറപ്പാക്കിയതിനു ശേഷമാണ് വിദ്യാർത്ഥികൾ വിസയ്ക്ക് അപേക്ഷ നൽകുന്നത്. നിശ്ചിത തീയതിക്ക് മുമ്പ് അമേരിക്കയിൽ എത്തിയില്ലെങ്കിൽ ഇവർക്ക് സ്കോളർഷിപ്പ് നഷ്ടപ്പെടും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നടപടി. അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ ഞായറാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുപ്രീം കോടതി മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ന്യായാധിപന്മാരെ കണ്ടെത്താനാണ് ഈ തിരഞ്ഞെടുപ്പ്. ജനങ്ങൾ നേരിട്ട് ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം പരിഷ്കരിച്ചതിനെ തുടർന്ന് നടത്തുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. താഴെത്തട്ടിൽ ന്യായാധിപന്മാരെ നിയമിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നടക്കുന്ന നിയമനങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഭരണകക്ഷിക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ആരോപണം. പാർട്ടികൾക്കു പകരം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ന്യായാധിപന്മാർക്ക് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നാണ് തിരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവരുടെ വാദം. സ്ഥാനാർത്ഥികൾ ഒരു പാർട്ടിയുടെയും പ്രതിനിധികളല്ല. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഭൂരിപക്ഷമാണ് ശരി എന്ന ആശയമാണ് ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും പരാതിക്കാർ അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്യുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തിക സഹായം തടഞ്ഞപ്പോഴും വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടപ്പോഴും കോടതി ഇടപെടുകയും ട്രംപിനെതിരായ ഉത്തരവ് നൽകുകയും ചെയ്തു. വിദേശ ഉൽപ്പന്നങ്ങളുടെ മേൽ നികുതി വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ അമേരിക്കക്കാരായ 5 ചെറുകിട വ്യവസായികളാണ് കോടതിയെ സമീപിച്ചത്. ഏകപക്ഷീയമായി നികുതി വർദ്ധിപ്പിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല എന്നാണ് കോടതി വിധിച്ചത്. ചൈനയ്ക്കു മാത്രമായി നികുതി വർദ്ധിപ്പിച്ച നടപടിയും കോടതി അംഗീകരിച്ചില്ല. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ജഡ്ജിമാരല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് എന്നാണ് ട്രംപ് അനുകൂലികളുടെ പ്രതികരണം. കോടതികളുമായി ഒരു ഏറ്റുമുട്ടലിലേക്കാണ് ട്രംപിൻ്റെ നടപടികൾ അമേരിക്കയെ നയിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.